കേരളത്തിൻ്റെ 2 ടൂറിസം പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചു. കൊല്ലം ബയോഡൈവേഴ്സിറ്റി ആൻഡ് റിക്രിയേഷണൽ ഹബ്ബ് പദ്ധതിക്കും സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ പദ്ധതിക്കുമാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. നമ്മോടിപ്പോൾ സംസാരിക്കാൻ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിങ്, നമസ്കാരം. നമസ്കാരം. താങ്കൾക്ക് സന്തോഷമുള്ള വാർത്തയാണല്ലോ. വളരെ സന്തോഷമുള്ള വാർത്തയാണ്. 2 പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു. ഞങ്ങള് കുറച്ചധികം പദ്ധതികൾ സമർപ്പിച്ചിരുന്നു. അത് നന്നായി വർക്കൗട്ട് ചെയ്ത് എല്ലാ ഹോംവർക്കും ചെയ്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുറേയേറെ ടൂറിസം പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ 2 പദ്ധതിയാണ് തെരഞ്ഞെടുത്തത്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് ആ 2 പദ്ധതികൾ. അപ്പൊ അതില് ഒന്ന് നമ്മുടെ കിട്ടിയിട്ടുള്ളത് 59,71,00,000 രൂപ കൊല്ലം ബയോഡൈവേഴ്സിറ്റി ആൻഡ് റിക്രിയേഷണൽ ഹബ്ബ് എന്ന പദ്ധതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അത് എവിടെയാണ് കൃത്യമായിട്ട് കൊല്ലം ജില്ലയിൽ വരാൻ പോകുന്നത്? അത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഈ ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഈ ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിന് നേരത്തെ സംസ്ഥാന ടൂറിസം വകുപ്പ് രൂപം നൽകി. അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ്, ഇതിന്റെ ഒരു വിപുലീകരണമാണ് ഈ ബയോഡൈവേഴ്സിറ്റി ആൻഡ് റിക്രിയേഷണൽ ഹബ്ബ് എന്ന ഈ പദ്ധതി. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു പദ്ധതി കോഴിക്കോട് ജില്ലയിലെ മൊത്തം വരുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ പദ്ധതി 95,34,00,000 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. മലബാർ കൾച്ചറൽ ക്രൂസിബിൾ എന്ന പദ്ധതിക്കാണ് അനുമതി ലഭിച്ചത്. ഇതിന്റെ ഒരു ഗുണം, ആ പദ്ധതിയുടെ ഒരു പ്രത്യേകത, നമുക്ക് അത് കോഴിക്കോട് ജില്ലയിലെ ഈ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട്. അറിയാം. അതെ, അവിടെ മുതൽ തിരുപ്പൂര് വരെ നീളുന്ന ടൂറിസം ശൃംഖലയാണ്, വലിയ ഒരു ശൃംഖലയാണ്. ആ സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ എന്ന പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. ഇതിൽ കേന്ദ്രത്തിന്റെ സഹായം എത്രമാത്രം ഉണ്ടാകും പണപരമായി? അതെ, ഞാൻ പറഞ്ഞു, 2നും കൂടി ഏറെക്കുറെ 155 കോടി 5 ലക്ഷം കിട്ടിയിട്ട് ചില്ലറയെല്ലാം കിട്ടിയിരിക്കുന്നു. അത് വലിയ കാര്യമാണല്ലോ. വലിയ കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ ടൂറിസം, നമ്മുടെ വയനാട് പോലും കിട്ടിയത് ഈ അടുത്തിടയ്ക്ക് ഒരു ചെറിയ തുകയില്ലേ? അതെ. ഇതില് നമ്മളൊരു ടീം പോയിരുന്നു, ഡൽഹിയിൽ പോയി പദ്ധതിയുടെ വിശദമായ രൂപരേഖ കേന്ദ്ര ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് ചർച്ച നടത്തി. 2 പദ്ധതിക്കും കേന്ദ്ര ഫണ്ട് അനുവദിച്ചു. കുറെ പദ്ധതികൾ കൊടുത്തിരുന്നു, ഞങ്ങളെല്ലാം കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ 2 കിട്ടി. എന്നാൽ അത് സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. നല്ല കാര്യമാണ്. കാര്യം ഇത്രയധികം ഫണ്ട് കേന്ദ്രത്തിൽ നിന്നൊക്കെ വാങ്ങിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്തായാലും 10 നടക്കട്ടെ. ദീപക് തർമ്മടം കൂടി കോഴിക്കോട് നിന്ന് തത്സമയം ചേരുകയാണ്. ദീപക്, മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയായിരുന്നു, എന്തായാലും ഇത്രയും ഫണ്ട് കിട്ടി, പ്രോജക്റ്റ് നന്നായി നടക്കാനുള്ള സാധ്യതയുണ്ട്. കൊല്ലത്തും കോഴിക്കോട്ടുമായിരിക്കും ഈ പദ്ധതി എന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ദീപകിന് അറിയാമോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു വലിയ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റൽ നീക്കം, രാഷ്ട്രീയ വികസന നീക്കം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റും. കാരണം കേരളത്തിന് ഒരു ഭാഗത്ത് കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ സമരങ്ങൾ നടക്കാൻ പോകുന്നു, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇന്നിപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾ പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യേണ്ടതിൻ്റെ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം നൽകാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ. എന്നാൽ അതേ സമയത്താണ് വികസന കാര്യത്തിൽ കേന്ദ്രം കേരളത്തിന് പണം നൽകുന്നു, പ്രത്യേകിച്ച് ടൂറിസം വികസനത്തിന്. കാരണം കേന്ദ്ര ടൂറിസം മന്ത്രിയും മലയാളിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഈ മന്ത്രി മുഹമ്മദ് റിയാസ് ഏതാണ്ട് 12ഓളം പദ്ധതികളാണ് കേന്ദ്രത്തിൽ സമർപ്പിച്ചത്. അതിനുവേണ്ടി ഒരു വിദഗ്ധമായ സംഘത്തെ അയച്ചുകൊണ്ടുള്ളൊരു ഫോളോ അപ്പും മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷേ അതിൽ 2 പ്രധാന പദ്ധതികൾ, ഒന്ന് ഈ കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്, അറിയാവുന്നതാണ്, സർഗാലയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. അത് ബേപ്പൂർ വരെ നീളുന്ന ഒരു സമഗ്രമായ മലബാർ കൾച്ചറൽ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ പദ്ധതി. ആ പദ്ധതിക്ക് അതായത് ഏതാണ്ട് 155 കോടി 155.5 കോടി രൂപയാണ് കേരളത്തിലെത്തുന്നത്. മറ്റൊന്ന് എൻ്റെ നാട്ടിലാണ്, കൊല്ലത്ത് ബയോഡൈവേഴ്സിറ്റി പാർക്കുകൾ, ആ വിവിധ കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സർക്യൂട്ടിന് വേണ്ടി അംഗീകാരം. ഏതായാലും ഇത് കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത്, വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് ഈ 155 കോടി ടൂറിസം മേഖലയിൽ ഉപകാരമാകും. അത് തെക്കൻ കേരളത്തിൽ കൊല്ലത്തും വടക്കൻ കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, വടകരയിലും ആയി കിടക്കുന്നു. അതേതായാലും ടൂറിസം മേഖലയിൽ വലിയ ഉണർവ് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്.